കോഴിക്കോട് മാറാട് പണം വാഗ്ദാനം ചെയ്തെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതാവിനെതിരെ LDFന്റെ പരാതി. PV അൻവറിന് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടെന്നും 2000 രൂപ വാഗ്ദാനം ചെയ്തെന്നും ചൂണ്ടിക്കാട്ടി മാറാട് സ്വദേശി സ്വാമിനാഥൻ പോലീസിൽ പരാതി നൽകി. കടയിൽ നിൽക്കുന്ന സമയത്താണ് UDF പ്രവർത്തകർ വന്നതെന്നും ഒപ്പമുണ്ടായിരുന്ന 3 പേർക്കും പണം നൽകി സ്വാധീനിക്കാനുള്ള ശ്രമം ഉണ്ടായെന്നും സ്വാമിനാഥൻ പറയുന്നു. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജീവനും ഞാൻ പരിചയമില്ലാത്ത ഒരാളും എൻ്റെ കടയിൽ ഇതവിടെ വന്ന് നിന്നു. ഒരു ആക്റ്റീവ് വണ്ടിയുമല്ലായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് നാളെ ബൂത്ത് ഏജൻറ്റായിട്ട് ഇരിക്കരുത് എന്നുള്ളത് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഇപ്പം നിങ്ങൾ കണ്ട ആ കാശ് ഇവിടെ 4,500 നോട്ടുണ്ട്, 2000 രൂപ. അത് ഇവിടെ ഇട്ടിട്ട് അവർ വണ്ടിയിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് അവരെ പുറകെ പോകുമ്പോഴേക്കും അവർ വണ്ടിയായിട്ട് പോയി. ഇത്ര ഉണ്ടായത്. അജി കുഞ്ഞുമോൻ കോഴിക്കോടും ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അജി, പാലക്കാട്ടെ പരാതി നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്, മനസ്സിലാക്കിയാണ്. ഇപ്പോൾ കോഴിക്കോടും സമാനമായ രീതിയിൽ പണം നൽകി വോട്ടിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ സ്വാമിനാഥൻ എന്ന് പറയുന്നയാൾ പാർട്ടി മാറി വന്നയാളാണോ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും പ്രജിൻ, ഈ മേഖലയിൽ, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന മാറാട് മേഖലയിൽ വ്യാപകമായി തന്നെ പണം നൽകി, വിവിധ പ്രദേശങ്ങളിൽ പണം നൽകി എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. നിലവിൽ 3 പേർക്ക് പണം നൽകിയതായി നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ പോലീസിൽ പരാതി നൽകി. ആ പോലീസിൽ പരാതി നൽകിയ ആളുടെ പേരാണ് സ്വാമിനാഥൻ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കടയിലെ ഈ ചെറിയ കടയാണ് സ്വാമിനാഥനുള്ളത്. അപ്പോൾ ഈ കടയിൽ നിൽക്കുകയായിരുന്ന സ്വാമിനാഥൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടുത്തെ തന്നെ പ്രാദേശിക നേതാവായ രാജീവിന്റെ നേതൃത്വത്തിലുള്ള ഒരാളും മറ്റൊരു ഇവിടെങ്ങും കണ്ടിട്ടില്ലാത്ത പ്രദേശവാസികൾ പറയുന്നു അയാൾ ഇവിടെങ്ങും കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ അദ്ദേഹം ചേർന്നുകൊണ്ട് ഇവിടെ വരികയും കോൺഗ്രസിലേക്ക് തിരിച്ചു വരണം, ബൂത്ത് ഏജന്റായി ഇരിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു സ്വാമിനാഥനോട്. എന്നിട്ട് 500ന്റെ 4 നോട്ട് ഈ പെട്ടിക്കടയിലേക്ക്, അതായത് സ്വാമിനാഥന്റെ ഉപജീവന മാർഗമായ ഈ കടയിലേക്ക് ഇട്ടു കൊടുക്കുകയായിരുന്നു ചെയ്തത്. അത് ഒരു പരാതിയാണ്. ആ പരാതിയിൽ മേലാണ് നമ്മൾ അല്പസമയം മുൻപ് സ്വാമിനാഥന് പ്രതികരണം കണ്ടത്. സ്വാമിനാഥൻ മാറാട് പോലീസിൽ പരാതി നൽകിയത്. എനിക്കൊപ്പം ഉള്ളത് LDFന്റെ ബൂത്ത് സെക്രട്ടറിയാണ് എനിക്കൊപ്പം ഉള്ളത്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു നിയമപരമായിട്ടുള്ള നീക്കുപോക്ക് എങ്ങനെയാണ്? ഇനി നിലവിൽ മാറാട് പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. മണ്ഡലം കമ്മിറ്റി എന്നുള്ള രൂപത്തിനകത്തേക്ക് ROക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി നിലവിൽ ഇവരെ വ്യക്തിപരമായിട്ട് സ്വാമിനാഥേട്ടനും ശ്രീനേട്ടനും പരാതി കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ വ്യാപകമായി പണം വിതരണം ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. ഈ ഒരു ചെറിയൊരു ഭാഗത്താണ്, ഇപ്പോൾ ഒരു 19 വീടിൻ്റെ ഒരു പ്രദേശത്തിനകത്താണ് ഇപ്പോൾ 3ഓളം കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് സ്ക്വാഡ് ഇറങ്ങി ഒരു രാവിലെ തുടങ്ങിയ സ്ക്വാഡ് ഒരു 12:50 കൂടി സ്ക്വാഡ് അവസാനിപ്പിച്ച് വീട്ടിനകത്തേക്ക് പോകുന്ന സമയത്താണ് സ്വാമിനാഥേട്ടൻ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുള്ളത്. രാജീവൻ തിരുവച്ചിറ, കോൺഗ്രസിൻ്റെ ബേപ്പൂര് മണ്ഡലം പ്രസിഡന്റും ആയിട്ടുള്ള രാജീവൻ തിരുവച്ചിറയും അവരെ കൂടെ അവർ തന്നെ പരിചയപ്പെടുത്തിയത് സ്വാമിനാഥന് അവർ തന്നെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് നിലമ്പൂരിൽ നിന്നിട്ടുള്ള UDFന്റെ നേതാവാണ്, കോൺഗ്രസിന്റെ നേതാവാണെന്ന് പറഞ്ഞിട്ട് ഒരു നൌഷാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് പരിചയപ്പെടുത്തി കൊടുത്തത്. അവർ പറഞ്ഞ് നിങ്ങൾ അൻവറിന് വോട്ട് ചെയ്യണം. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത്, അൻവറിന് വോട്ട് ചെയ്യുന്ന പ്രയാസം കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് LDFന്റെ ബൂത്ത് ഏജന്റായിട്ട് LDFന്റെ ബൂത്ത് കമ്മിറ്റി തീരുമാനിച്ചുള്ളത് സ്വാമിനാഥനെ ബൂത്ത് ഏജന്റായിട്ട് ഇരുത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചുള്ളത്. അപ്പോൾ നിങ്ങൾ LDFന്റെ ബൂത്ത് ഏജന്റായിട്ട് ഇരിക്കരുത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. LDFന്റെ ബൂത്ത് ഏജന്റായിട്ട് ഇരിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് പണം നൽകിയിരിക്കുന്നത്. പ്രജിൻ, അങ്ങനെയാണ് ഇവർക്ക് ഇവിടെ പണം നൽകിയത്. ഏതായാലും ഇപ്പോൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നിട്ടുണ്ട്. നിലവിൽ 3 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 പേർക്കും 2000 രൂപ വീതമാണ് ഇവിടെ നൽകിയത്. അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. അവിടെയാണ് വീണ്ടും മറ്റൊരു പണം നൽകി സ്വാധീനിക്കാനുള്ള ശ്രമം നടന്നു എന്നൊരു പരാതി ഉയർന്നിരിക്കുന്നത്. UDFനെതിരാണ് LDFന്റെ ഭാഗത്തു നിന്നുള്ളൊരു പരാതി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.